എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അക്കുവിന്റെ പഠിച്ചോൻ, ബസൂക്ക എന്നു സ്വന്തം പുണ്യാളൻ, ദുരന്തർ 2 എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് അക്കുവിന്റെ പഠിച്ചോൻ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ഫാമിലി എന്റർടൈനർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോണി ലീവിലായിരിക്കാം അക്കുവിന്റെ പഠിച്ചോന്റെ OTT റിലീസ് ചെയ്യുന്നത്. മെയ് അവസാന വാരമായിരിക്കാം അക്കുവിന്റെ പഠിച്ചോന്റെ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ദുരന്തർ 2 എന്ന സിനിമയെ പറ്റിയാണ്. ദുരന്തർ ദി റിവെഞ്ച് ഒരു ഹിന്ദി ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് അതിഥി താറാണ്. രൺവീർ സിംഗ്, അജയ് ദുട്ട്, ആർ മാധവൻ, അക്ഷയ് ഖാന, അർജുൻ രമൽ, സാറ അർജുൻ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ദുരന്തർ 2ന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. മെയ് 14 അല്ലെങ്കിൽ മെയ് 15 ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ദുരൂഹ സാഹചര്യത്തിൽ എന്ന സിനിമയെ പറ്റിയാണ്. ദുരൂഹ സാഹചര്യത്തിൽ അഭിനയിച്ചിരിക്കുന്നത് കുഞ്ചാക്കോ ബോബൻ, ദിലേഷ് പോത്തൻ, സജിൻ ഗോപു, രാജേഷ് മാധവൻ എന്നിവരാണ്. ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സിൽ ദുരൂഹ സാഹചര്യത്തിന്റെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മെയ് 13 അതായത് ഇന്ന് രാത്രി 12 മണിക്കാണ് ഈ ഒരു സിനിമയുടെ OTT റിലീസ്. ദുരൂഹ സാഹചര്യത്തിൽ ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ സിനിമയാണ്. വയനാട് പശ്ചാത്തലമാക്കിയാണ് ഈ ഒരു കഥ പറഞ്ഞു പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെ പറ്റിയാണ്. ബാന്ദ്ര ഒരു മലയാള ഗാങ്സ്റ്റർ സിനിമയാണ്. ദിലീപ്, തമന്ന പാട്ടിയ, വിനോ മൊഴിയ, മമത മോഹൻദാസ് എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ മെയ് മാസം അവസാനം തന്നെ ബാന്ദ്രയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയെ പറ്റിയാണ്. എന്ന് സ്വന്തം പുണ്യാളൻ ഒരു ഫാന്റസി കോമഡി ത്രില്ലർ സിനിമയാണ്. മഹേഷ് മധു സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയിൽ അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ, രജി പണിക്കർ, അൽതാഫ് സലീം എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് എന്ന് സ്വന്തം പുണ്യാളന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയെ പറ്റിയാണ്. കോമഡി ഡ്രാമ സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. അടുത്തൊരു അപ്ഡേറ്റ് ബെർലിൻ 2 എന്ന സിനിമയെ പറ്റിയാണ്. ബെർലിൻ ദി ലേഡി വിത്ത് ദ എർമീൻ എന്ന സിനിമയാണ് ഇത്. ഒരു ക്രൈം ഹേസ്റ്റ് ത്രില്ലർ സീരീസ് ആണ് ഇത്. മണി ഹേസ്റ്റ് സീരീസിന്റെ സ്പെയിൻ ഓഫ് ആണ്. ഇപ്പോഴിതാ ഈ ഒരു സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മെയ് 15 നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് അന്തർ മായ എന്ന സീരീസിനെ പറ്റിയാണ്. ഇതൊരു മറാത്തി ഹൊറർ സീരീസ് ആണ്. ഇപ്പോഴിതാ ഈ ഒരു സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് C5 ആണ്. അടുത്തൊരു അപ്ഡേറ്റ് കർത്തവ്യ എന്ന ക്രൈം ത്രില്ലർ സിനിമയെ പറ്റിയാണ്. പുൽകിത് സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയിൽ സൈഫ് അലി ഖാൻ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ മെയ് 15 ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ക്രാഷ് എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ട്രൂ ക്രൈം ഡോക്യുമെന്ററി സീരീസ് ആണ്. 2022 നടക്കുന്ന അതിവേഗ കാർ അപകടവും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മെയ് 15 ഈ ഒരു സീരീസിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ഇൻസ്പെക്ടർ അവിനാഷ് 2 എന്ന സീരീസിനെ പറ്റിയാണ്. ഇൻസ്പെക്ടർ അവിനാഷ് 2 ഒരു ഹിന്ദി ക്രൈം ആക്ഷൻ വെബ് സീരീസ് ആണ്. ഒരു യഥാർത്ഥ പോലീസ് ഓഫീസർ അവിനാഷ് മിശ്രയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഈ ഒരു സീരീസ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറിൽ മെയ് 15 ഈ ഒരു സീരീസിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് കാളിദാസ 2 എന്ന സീരീസിനെ പറ്റിയാണ്. ക്രൈം ത്രില്ലർ സിനിമയാണ് ഇത്. ഇപ്പോഴിതാ ഈ ഒരു സീരീസിന്റെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മെയ് 12 അതായത് ഇന്നായിരുന്നു ഈ ഒരു സീരീസിന്റെ OTT റിലീസ്. ആമസോൺ പ്രൈമും സൺനെക്സ്റ്റും ആഹാ തമിഴുമായിരുന്നു ഈ ഒരു സിനിമയുടെ OTT റിലീസ് പ്ലാറ്റ്ഫോം. അടുത്തൊരു അപ്ഡേറ്റ് ഓൾ ബട്ടർഫ്ലൈ എന്ന സീരീസിനെ പറ്റിയാണ്. ഇതൊരു റൊമാൻറ്റിക് സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ സൺനെക്സ്റ്റിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തിരിക്കുന്നു. അവസാനത്തെ അപ്ഡേറ്റ് വിലായത്തുകുട്ട എന്ന സിനിമയെ പറ്റിയാണ്. ആക്ഷൻ ഡ്രാമ സിനിമയാണ് വിലായത്തുകുട്ട. പൃഥ്വിരാജ്, സുകുമാരൻ,